തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള അവലോകനങ്ങൾ പൊടിപൊടിക്കുകയാണ്. ഇപ്പോൾ എൽ ഡി എഫിന് പ്രതീക്ഷയുള്ള പല സീറ്റുകളും കിട്ടില്ല എന്ന് പറയുകയും പ്രതീക്ഷയില്ലാത്ത സീറ്റുകൾ തങ്ങൾക്കൊപ്പം കൂടെ നിൽക്കുന്നു എന്നും പറയപ്പെടുന്നു. കണ്ണൂർ കഴിഞ്ഞാൽ ആലപ്പുഴയ്ക്ക് ശേഷം കൊല്ലമാണ് എൽ ഡി എഫിൻ്റെ ഒരു പ്രതീക്ഷയുള്ള സ്ഥലം. നമുക്ക് ആ ഒരു കൊല്ലത്തെ എൽ ഡി എഫിൻ്റെ ഒരു ഭാവി നോക്കുക. കൊല്ലത്ത് എൽ ഡി എഫിൻ്റെ ഭാവി മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ എൽ ഡി എഫ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിൽ പോലും അവരുടെ പ്രതീക്ഷകൾ അല്ലെങ്കിൽ അവരുടെ എങ്ങനെയായിരുന്നു ഇലക്ഷൻ സ്ട്രാറ്റജികൾ, എങ്ങനെ അവർക്ക് വർക്കാവും, എങ്ങനെ അവർക്ക് എത്ര സീറ്റുകൾ കിട്ടുമെന്നുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ജില്ലയാണ് കൊല്ലം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്തെ കൂട്ടിയിട്ടില്ല. അതായത് ഇവരുടെ ഈ 80-85 എന്ന് പറയുന്ന സീറ്റിലേക്ക് പോലും കൊല്ലത്തെ അധികം കൂട്ടിയിട്ടില്ല. കൊല്ലം, തിരുവനന്തപുരം ഒഴിച്ചു നിർത്തിയിട്ടാണ് ഈ 80-85 സീറ്റിലേക്ക് യു ഡി എഫ് എത്തുന്നൊരു കണക്ക് പുറത്തുവിടുന്നത്. കൊല്ലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കണ്ണൂർ കഴിഞ്ഞാൽ പാർട്ടിക്ക് ഏറ്റവും, കണ്ണൂരിനേക്കാൾ കൂടുതൽ പാർട്ടിക്ക് ഏറ്റവും ശക്തമായിട്ടുള്ളൊരു കേന്ദ്രമാണ് കൊല്ലം എന്ന് പറയുന്നത്. കൊല്ലത്തിൻ്റെ പഴയ കാല ഒരു കണക്ക് നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കൊല്ലത്ത് 2001 യു ഡി എഫ് വലിയൊരു അട്ടിമറി വിജയങ്ങൾ അവിടെ സംഭവിച്ചത്. എനിക്ക് തോന്നുന്നു അന്ന് എൽ ഡി എഫിന് 4 സീറ്റും യു ഡി എഫിന് 8 സീറ്റും കിട്ടുന്നൊരു സാഹചര്യമുണ്ടായി 2001. അതിനുശേഷം 20 കൊല്ലമായിട്ട് എൽ ഡി എഫ് തന്നെയാണ് മെജോറിറ്റി സീറ്റുകളും കൊല്ലത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കണക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 2006 എൽ ഡി എഫിന് 11 സീറ്റുകളാണ് കിട്ടുന്നത്, യു ഡി എഫിന് 1 സീറ്റ് മാത്രമാണ്. ആ കിട്ടുന്ന 1 സീറ്റ് എന്ന് പറയുന്നത് കെ ബി ഗണേഷ് കുമാറിൻ്റെയാണ്, പത്തനാപുരം. അപ്പോൾ അതിനുശേഷം 2011 നോക്കുകയാണെങ്കിൽ അന്ന് ഗണേഷ് കുമാർ യു ഡി എഫിനോടൊപ്പമായിരുന്നു. 2011 നോക്കുകയാണെങ്കിൽ എൽ ഡി എഫിന് കിട്ടുന്ന സീറ്റ് എന്ന് പറയുന്നത് 9 സീറ്റുകളാണ്, യു ഡി എഫിന് കിട്ടുന്നത് 2 സീറ്റുകളാണ്. ഒന്ന് ഷിബു ബേബി ജോൺ ചവറയിൽ, പിന്നീട് പത്തനാപുരത്ത് അന്നും ഗണേഷ് കുമാർ തന്നെയായിരുന്നു. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ 2016 എൽ ഡി എഫിന് 11 സീറ്റുകളും യു ഡി എഫിന് 0 സീറ്റുകളുമായിരുന്നു. സംഭൂചരായി. അതെ, 1 സീറ്റ് പോലും 2016 യു ഡി എഫിന് കൊല്ലത്ത് നേടാൻ കഴിഞ്ഞില്ല എന്നത് മറ്റൊരു വിഷയമായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2021 തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ എൽ ഡി എഫിന് 9 സീറ്റുകളും യു ഡി എഫിന് 2 സീറ്റുകളുമാണ്. ആ 2 സീറ്റുകൾ ഒന്ന് കരുനാഗപ്പള്ളിയും ഒന്ന് കുണ്ടറയുമാണ്. കരുനാഗപ്പള്ളിയിൽ സി ആർ മഹേഷും കുണ്ടറയിൽ പി സി വിഷ്ണുനാഥും. പക്ഷേ ഈ 2026 ഈ തെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫിൻ്റെ ഒരു കണക്കനുസരിച്ച് അവർ പറയുന്നത് 6 മുതൽ 9 സീറ്റുകൾ വരെ എൽ ഡി എഫിന് കിട്ടുമെന്ന് തന്നെയാണ്, ഉറപ്പിച്ച് കിട്ടുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. അതേപോലെ തന്നെ 5 മണ്ഡലങ്ങളിൽ വലിയ മത്സരങ്ങൾ നടന്നു എന്നാണ് എൽ ഡി എഫിൻ്റെ കണക്കൂട്ടലാണ് പറയുന്നത്. അതായത് ചവറ, കുന്നത്തൂർ, പത്തനാപുരം, കുണ്ടറ, കൊല്ലം ഈ 5 മണ്ഡലങ്ങളിൽ വലിയ രീതിയിലുള്ള മത്സരം നടന്നു എന്ന് തന്നെയാണ് എൽ ഡി എഫിൻ്റെ വിലയിരുത്തൽ. ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുണ്ടറ മാത്രമാണ് കഴിഞ്ഞ തവണ യു ഡി എഫ് പിടിച്ച സീറ്റുകൾ. ബാക്കി ഇപ്പോൾ കൊല്ലമാണെങ്കിലും കുന്നത്തൂരാണെങ്കിലും ഇവിടെ എല്ലാം കഴിഞ്ഞ തവണ ചെറിയ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസ് തോറ്റുപോകുന്നത്. ഇപ്പോൾ കൊല്ലത്തും കുന്നത്തൂരും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ഭൂരിപക്ഷത്തിലാണ്, ഒരു 5000-ൽ താഴെ ഭൂരിപക്ഷത്തിലാണ് ഇത് സംഭവിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം അത് ഉണ്ടാകില്ല. അവിടെ യു ഡി എഫിന് വലിയ രീതിയിലുള്ള അപ്രമാദിത്വം ഉണ്ടാകും. പക്ഷേ യു ഡി എഫ് പറയുന്നത്, കോൺഗ്രസ് അവിടെ പറയുന്നത് 3 സീറ്റുകൾ മാത്രമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് പിടിക്കുമെന്ന് പറയുന്ന 3 സീറ്റുകളാണ്. ആ 3 സീറ്റുകൾ ഒന്ന് നമ്മൾ പറഞ്ഞതുപോലെ ചവറയല്ല കരുനാഗപ്പള്ളിയും കുണ്ടറയും കൊല്ലവുമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് കണക്കൂട്ടുന്ന 3 സീറ്റുകൾ എന്ന് പറയുന്നത് പ്രതീക്ഷയുള്ള ആ ഒരു 3 സീറ്റിലേ ഉള്ളൂ. പിന്നീടുള്ളത് കുന്നത്തൂരാണെങ്കിലും ചവറയിലാണെങ്കിലും കടുത്ത മത്സരമാണ് നടക്കുന്നത്. കുന്നത്തൂർ കിട്ടാനുള്ള സാഹചര്യം ഉണ്ട് എന്ന് തന്നെയാണ് യു ഡി എഫിൻ്റെ വിലയിരുത്തലും വരുന്നത്. പിന്നീട് പത്തനാപുരത്താണെങ്കിലും കടുത്ത മത്സരം ഇപ്രാവശ്യം നടന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇതാണ് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെതായിട്ടുള്ള കണക്ക്. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പി ആകെ പ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലം കൊല്ലത്തുള്ളത് ചാത്തന്നൂർ മാത്രമാണ്. ചാത്തന്നൂർ ബി ഗോപകുമാർ അദ്ദേഹം ഇപ്രാവശ്യം അദ്ദേഹം കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തായിരുന്നു, ഇത്തവണ 1ാം സ്ഥാനത്തേക്ക് എത്തുമെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 11 മണ്ഡലങ്ങളാണ് കൊല്ലത്തുള്ളത്. ഇത്തവണത്തെ ഒരു ഇപ്പോൾ സി പി എമ്മിൻ്റെ വിലയിരുത്തൽ അനുസരിച്ചാണെങ്കിൽ പോലും കരുനാഗപ്പള്ളി സി പി എമ്മിന് കിട്ടാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് സി പി എമ്മിൻ്റെ വിലയിരുത്തൽ. പക്ഷേ കുണ്ടറ ചിലപ്പോൾ തിരിച്ചു പിടിച്ചേക്കാം എന്നുള്ള കണക്ക് കൂട്ടൽ ഇവിടെ എൽ ഡി എഫിനുണ്ട്. എൽ ഡി എഫിനെ സംബന്ധിച്ച് കുണ്ടറ തിരിച്ചു പിടിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നാണ് എൽ ഡി എഫ് അവകാശപ്പെടുന്നത്. 10 സീറ്റുകൾ വരെ, അതായത് ഇലക്ഷന് മുമ്പിട്ട് വരെ എൽ ഡി എഫ് പറഞ്ഞുകൊണ്ടിരുന്നത്
10 സീറ്റുകൾ വരെ, കൊല്ലത്ത് 10 സീറ്റുകൾ വരെ കിട്ടുമെന്ന് തന്നെയാണ് UDFിന്റെ വിലയിരുത്തൽ. അതായത് കരുനാഗപ്പള്ളി ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ മണ്ഡലങ്ങളും തങ്ങളോടൊപ്പം നിൽക്കുമെന്നാണ് LDFിന്റെ വിശ്വാസം. ഇതുവരെ UDFിന് കൊല്ലത്ത് നിന്ന് 5-ൽ താഴെ മാത്രമാണ് സീറ്റുകൾ ലഭിച്ചിട്ടുള്ളത്. ചിലപ്പോൾ 2 അല്ലെങ്കിൽ 3, 4 വരെ വന്നിട്ടുണ്ട്. 5-ന് ഇല്ല, 2001-ലാണ് 8 സീറ്റുകൾ UDFിന് കിട്ടുന്നത്. അതെ, 2008 ശേഷം പിന്നീട് 2 സീറ്റുകൾ കൂടുതലൊന്നും കിട്ടിയിട്ടില്ല. 2 സീറ്റിൽ കൂടുതലൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ നമുക്കൊരു പാറ്റേൺ ശ്രദ്ധിച്ചാൽ 2011 LDFിന് 9, UDFിന് 2. നേരെ 10 വർഷത്തിന് ശേഷം 2021 LDFിന് 9, UDFിന് 2. പക്ഷെ അതിന് ഇടയ്ക്ക് 2006 11 സീറ്റ് LDFിന് എടുത്തു. ഇതിപ്പോൾ 2026 ആണല്ലോ. 10 വർഷത്തിന് ശേഷം തിരിച്ച് LDF ഈ കൊല്ലത്ത് 11 സീറ്റും കൈക്കലാക്കുമോ? അത് UDF 2016 പോലെ സംഭൂജരാകുമോ? പക്ഷെ ആ പാറ്റേൺ വളരെ വ്യത്യസ്തമായ ഒരു പാറ്റേൺ ആണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2006 11 സീറ്റായിരുന്നു, 2014 11 സീറ്റായിരുന്നു LDFിനുണ്ടായിരുന്നത്. 2011 9 സീറ്റായിരുന്നു LDFിനുണ്ടായത്, 2021 9 സീറ്റുകളായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെയാണെങ്കിൽ ആ പാറ്റേൺ തെറ്റിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. ഇപ്പോൾ 2014 സാഹചര്യം വെച്ച് 2016 2006 സാഹചര്യം വെച്ചിട്ടാണെങ്കിൽ 2026 വരുമ്പോൾ 11 സീറ്റുകൾ UDF പിടിക്കണമെന്നാണ് അതിൻ്റെ ഒരു കണക്ക് വരുന്നത്. പക്ഷെ അതിനുള്ള സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ മറ്റൊരു വസ്തുത. ഇപ്പോൾ കരുനാഗപ്പള്ളി എന്താണെങ്കിലും പിടിക്കാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ്. അതേസമയം ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 8ഓളം സീറ്റ് 5-ന് ശേഷം 2002-ന് ശേഷം 8 സീറ്റുകളിൽ UDF കൊല്ലത്ത് വിജയിച്ചിട്ടുണ്ട്. 2026 വരുമ്പോൾ 5 സീറ്റിന് മേളിൽ UDFിന് കിട്ടാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ, ഒരു പോസിബിലിറ്റി? VD സതീശന്റെ കണക്കുകൂട്ടൽ അനുസരിച്ച് കൊല്ലത്ത് 7 സീറ്റുകൾ കിട്ടുമെന്നാണ് VD സതീശന്റെ കണക്കുകൂട്ടൽ പറയുന്നത്. അപ്പം 7 സീറ്റുകൾ കിട്ടാനുള്ള സാഹചര്യം കൊല്ലത്ത് നിലവിലുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. കാരണം ഞാൻ കൊല്ലത്ത് നിന്നുള്ള ഒരാളാണ്. സ്വാഭാവികമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ പത്തനാപുരം മണ്ഡലത്തിലാണ്. അപ്പം പത്തനാപുരത്ത് സ്വാഭാവികമായിട്ടും ഒരു അട്ടിമറി വിജയത്തിനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം പല വിഷയങ്ങൾ ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങൾ അവിടെ നിലനിൽക്കുന്നത് കൊണ്ടും കഴിഞ്ഞ തവണ മത്സരിച്ച ജ്യോതികുമാർ ചാമക്കാല അവിടെ തോറ്റിട്ടും ആ രംഗം വിടാതെ അവിടെ തന്നെ ജനങ്ങളുമായിട്ട് വീണ്ടും നിൽക്കുന്ന ഒരു സാഹചര്യം. കാരണം എനിക്ക് കൃത്യമായിട്ട് അറിയാം, 2021 മത്സരം നടക്കുമ്പോൾ ജ്യോതികുമാർ ചാമക്കാല ആരാണ് എന്നറിയാത്ത 25% കൂടുതൽ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. വോട്ട് ഇടുന്ന സമയത്ത് പോലും ആരാണ് ജ്യോതികുമാർ ചാമക്കാല, പേരോ മുഖമോ ഒന്നും അറിയാത്ത ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ 2026 ഈ തെരഞ്ഞെടുപ്പിൽ 100% ആളുകൾക്കും ആ മണ്ഡലത്തിലെ എല്ലാവർക്കും അറിയാം ആരാണ് ജ്യോതികുമാർ ചാമക്കാല. ആ ഒരു മാറ്റം സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം മാത്രമല്ല, ഞാൻ ബൂത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളെല്ലാം പോയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഒരു അറിവ് അനുസരിച്ചാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ UDF പറയുന്ന 4 സീറ്റുകൾ അല്ലെങ്കിൽ 3 സീറ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് കരുനാഗപ്പള്ളി, കുണ്ടറ, അതേപോലെ തന്നെ കൊല്ലം. ഈ 3 സീറ്റുകളാണ് കോൺഗ്രസ് പറയുന്നത്. അതേപോലെ UDFിൻ്റെ കൂടെ കണക്കുകൾ വെച്ചിട്ടാണെങ്കിൽ കുന്നത്തൂരും ചവറയും കൂടി വരും. അങ്ങനെ 5 സീറ്റുകളാണ് ഷുവറായിട്ടും UDFും അവിടെ പ്രതീക്ഷിക്കുന്ന സീറ്റുകൾ 5 എണ്ണമാണ്. UDFിൻ്റെ വിലയിരുത്തലാണെങ്കിൽ പോലും 3 മുതൽ 5 സീറ്റുകൾ വരെ എന്നാണ്. ആ 3 സീറ്റ് ഈ 3 എണ്ണമാണ്. പിന്നീട് കുന്നത്തൂരും അതേപോലെ തന്നെ ഇപ്പോൾ കുന്നത്തൂരും കൊല്ലവും ടൈറ്റ് മത്സരമാണ്. ചെറിയ ഭൂരിപക്ഷത്തിലാണ് 2000-3000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ തോറ്റുപോയത്. ഇപ്രാവശ്യം അത് ഉണ്ടാവത്തില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. അത് ഇപ്പോൾ കുന്നത്തൂരിലൊരു പാറ്റേൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുന്നത്തൂർ കോവൂർ കുഞ്ഞുമോനാണ് കഴിഞ്ഞ 10-25 കൊല്ലമായിട്ട് അവിടുത്തെ LDFിൻ്റെ പ്രതിനിധി എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇത്രയും വർഷമായിട്ടും കുന്നത്തൂരിന് വലിയ മാറ്റങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഇപ്രാവശ്യം ഒരു മാറ്റം വേണം. ഇപ്പോൾ ഉല്ലാസ് കോവൂറിനെയാണ് UDF നിർത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ വലിയ പോരാട്ടമായിരുന്നു. ഇപ്രാവശ്യം അതിനുള്ള വലിയ മാറ്റങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. പിന്നീട് ഇപ്പോൾ കുണ്ടറയിലെ കാര്യമാണ്. കുണ്ടറ തിരിച്ചു പിടിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് LDF നിൽക്കുന്നത്. പക്ഷേ ഒരിക്കലും ഇനി കുണ്ടറ തിരിച്ചു പിടിക്കാൻ കഴിയില്ല. അത് PC വിഷ്ണു അത് കൈക്കലാക്കി എന്നാണ് പത്രമാണ്, അതെ, അദ്ദേഹത്തിന്റെ കയ്യിൽ ഭദ്രമാണ് എന്നാണ് UDFിന്റെ കണക്കൂട്ടൽ പറയുന്നത്. പിന്നെ വരുന്ന മണ്ഡലങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പുനലൂരൊന്നും UDF കൂട്ടിയിട്ടില്ല. കാലങ്ങളായിട്ട് LDF മാത്രം വിജയിച്ചു വരുന്ന മണ്ഡലമാണ് പുനലൂർ പോലുള്ള മണ്ഡലങ്ങൾ. പിന്നീട് ചാത്തന്നൂരാണെങ്കിൽ പോലും സൂരജ് രവി ഒരു മുഖമായിട്ട് മാറിയിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇരവിപുരത്താണെങ്കിൽ പോലും വിഷ്ണു മോഹൻ വലിയ രീതിയിൽ, അതായത് ഇരവിപുരം ഒന്നും ആദ്യമേ ചർച്ചയിലേ ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഇലക്ഷൻ്റെ അവസാനഘട്ട പോളിംഗ്
നടക്കുന്ന സമയത്ത് പോലും ഈ വിഷ്ണു മോഹൻ്റെ പേരില്ലായിരുന്നു. പക്ഷേ ഇലക്ഷന് ശേഷം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേര് വിഷ്ണു മോഹൻ അവിടെ വിജയിക്കാനുള്ള സാധ്യതകളുണ്ടെന്നാണ് പല റിപ്പോർട്ടുകളും പറയുന്നത്. അപ്പോൾ അത്രയ്ക്ക് ടൈറ്റ് മത്സരം അവിടെ നടത്താൻ UDF കഴിഞ്ഞിട്ടുണ്ടെന്നാണ് UDF ഒരു കണക്കൂട്ടൽ. അതായത് കൊല്ലത്ത് ഏകദേശം 10 മണ്ഡലങ്ങളിലും 9 തൊട്ട് 10 മണ്ഡലങ്ങളിൽ കനത്ത മത്സരം കൊടുക്കാൻ UDF കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് UDF വിലയിരുത്തൽ. അങ്ങനെ വരികയാണെങ്കിൽ 5 മണ്ഡലങ്ങൾ സുഖമായിട്ട് UDF വിജയിക്കാൻ കഴിയും. ഇപ്പോൾ VD സതീശൻ പറഞ്ഞതുപോലെ വരികയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം കൊട്ടാരക്കര LDF എല്ലാ മണ്ഡലങ്ങളിലും ഇപ്പോൾ ഒരു വിമത സ്ഥാനാർത്ഥിയുണ്ട്. അപ്പോൾ കൊട്ടാരക്കരയിലെ വിമത സ്ഥാനാർത്ഥി ആരാണ് എന്ന് ചോദിച്ചാൽ ഐഷ പോറ്റിയാണ്. ഐഷ പോറ്റി മത്സരിച്ച ചിഹ്നം കൈപ്പത്തി ചിഹ്നം തന്നെയായിരുന്നു. സ്വാഭാവികമായിട്ടും അത് വലിയ രീതിയിൽ അവിടെ LDF വിഷയമുണ്ടാക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ ഈ കൊട്ടാരക്കരയിലെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ കൊട്ടാരക്കരയിൽ 2001 ബാലകൃഷ്ണപിള്ളയായിരുന്നു മത്സരിക്കുന്നത്. 2006 ബാലകൃഷ്ണപിള്ളയെ തോൽപ്പിച്ചിട്ടാണ് ഐഷ പോറ്റി വിജയിച്ച് കടന്നു വരുന്നത്. പിന്നീട് 3 തവണയും വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം ഉയർത്തിയിട്ടാണ് ഐഷ പോറ്റി വന്നത്. ഇപ്രാവശ്യം കഴിഞ്ഞ തവണ ബാലഗോപാലായിരുന്നു മത്സരിച്ചത്. ബാലഗോപാലിന് പക്ഷെ ആ ഭൂരിപക്ഷം കൊണ്ടുപോകാനൊന്നും കഴിഞ്ഞില്ല. ഏകദേശം 10,000 വോട്ടുകൾ മാത്രമാണ് ബാലഗോപാലിന് കിട്ടിയത്. ഇപ്രാവശ്യം ഇപ്പോൾ NSS ബാലഗോപാലിനെ കൈവിടുന്നൊരു സാഹചര്യം ഉണ്ടായി. ഐഷ പോറ്റിക്കാണ് കിട്ടിയത്. അത് വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ ആയി. അതിന് പ്രധാനപ്പെട്ട കാരണം ഒരു പോറ്റിക്ക് ഞങ്ങൾ എന്തിനും വോട്ട് കൊടുക്കണം, ബാലഗോപാൽ NSSകാരനല്ലേ, അങ്ങനെയുള്ള ചർച്ചകളും അവിടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് മാത്രമല്ല കൊല്ലത്ത് ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിച്ചിട്ടുണ്ട്. അത് UDF അനുകൂലമായിട്ടാണ് പോയിട്ടുള്ളത് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ UDF VD സതീശൻ പറഞ്ഞതുപോലെ ഇപ്പോൾ UDF കണക്കൂട്ടലല്ല, VD സതീശൻ്റെ കണക്കനുസരിച്ച് 7 സീറ്റുകൾ വരെ സുഖമായിട്ട്, ഇപ്പോൾ പത്തനാപുരത്താണെങ്കിൽ പോലും കടുത്ത മത്സരമാണ്, വിജയിക്കാനുള്ള അട്ടിമറി വിജയിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ ഒരു സീറ്റും കൂടെ കൂടുകയാണ്, 6 സീറ്റായി. ഇപ്പോൾ കൊട്ടാരക്കരയിൽ ഈ അടിയൊഴുക്കൾ ഇത്തരത്തിൽ ശക്തമായിരുന്നു. ഇതാരും കാണാതെ പോയി. ഐഷ പോറ്റിയുടെ ആ ഒരു പ്രസൻസ് കൂടി വരുമ്പോൾ വിജയം ഉറപ്പിക്കാമെന്നുള്ള UDF പ്രതീക്ഷ അങ്ങനെയാണ്. ഒരു അട്ടിമറി വിജയം അവിടെ സംഭവിക്കാനുള്ള സാഹചര്യമുണ്ട്. കാരണം 2016 ഈ മണ്ഡലം തിരിച്ച് മണ്ഡലം മാറ്റുന്ന സാഹചര്യത്തിൽ അത് LDF മണ്ഡലമാക്കി തന്നെ കൃത്യമായിട്ട് മാറ്റിയൊരു മണ്ഡലമാണ്. അതുകൊണ്ട് ഇപ്പോൾ LDF ഈ 50 സീറ്റുകൾ പറയുന്നതിനകത്തൊരു മണ്ഡലം കൂടിയാണ് കൊട്ടാരക്കരയിൽ തോൽപ്പിക്കാൻ കഴിയില്ല എന്നൊരു ചിന്ത തന്നെയാണ്. ഇപ്പോൾ കൊട്ടാരക്കരയാണെങ്കിലും പുനലൂരാണെങ്കിലും LDF പറയുന്ന അവരുടെ 57 സീറ്റുകൾ പറയുന്നതിനകത്തൊരു സീറ്റുകളാണ് ഇതൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടേക്ക് അട്ടിമറി വിജയം ഉണ്ടാവുകയാണെങ്കിൽ വലിയൊരു മാറ്റമായിരിക്കും കൊല്ലത്ത് സംഭവിക്കാൻ പോകുന്നത്. ഈ കൊല്ലത്ത് ഈ BJPയുടെ സാധ്യത എന്താണ്? ഈ ചാത്തന്നൂരാണ് BJPയുടെ ഒരു പ്രതീക്ഷ. അവരുടെ ഒരു വോട്ട് ശതമാനം ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു കൊല്ലത്തെ ഒരു BJPയുടെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷൻ എന്തായിരിക്കും? കൊല്ലത്ത് BJP അത്ര വലിയ ശക്തമൊന്നുമില്ല. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുണ്ടറയിൽ BJP അധികം വോട്ടുകൾ പിടിക്കുകയാണെങ്കിൽ LDF വിജയിക്കുമെന്നാണ് LDF കണക്കൂട്ടൽ. ഇപ്പോൾ കുണ്ടറയിൽ ഏകദേശം 23,000 വോട്ടുകൾ BJPക്ക് ഉണ്ട്. ആ വോട്ടുകൾ കഴിഞ്ഞ തവണ UDF പോയത് എന്നുള്ള വലിയ രീതിയിലുള്ള ആക്ഷേപമുണ്ട്. ഇപ്രാവശ്യം റോബിൻ രാധാകൃഷ്ണനായിരുന്നു മത്സരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് 10,000-20,000 വോട്ടുകൾ BJPയുടെ വോട്ടുകൾ വാങ്ങിക്കാൻ കഴിയുമെങ്കിൽ PC തോൽക്കാനുള്ള സാധ്യത. റോബിൻ രാധാകൃഷ്ണനൊക്കെ ഒരു എലക്ഷൻ മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നില്ല. കാരണം എന്താ പറയുക, ഒരു ബിഗ് ബോസ് പാർട്ടിസിപ്പൻറ്റ് അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറിനൊക്കെ ഒരു സ്ഥാനാർത്ഥിയുടെ ഒരു ലെവലിലേക്ക് ഉയരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല. തീർച്ചയാണ്. ബിഗ് ബോസ് താരങ്ങളൊന്നും ഇപ്പോൾ സിനിമാ താരങ്ങളെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവർക്ക് എത്രമാത്രം രാഷ്ട്രീയമുണ്ട് എന്നൊരു ചോദ്യമാണ്. ഇപ്പോൾ റോബിൻ രാധാകൃഷ്ണൻ ഒരു ബൈറ്റ് ഞാൻ ഇടയ്ക്ക് കേൾക്കുന്നുണ്ടായി ഇലക്ഷൻ സമയത്ത്. ഞാൻ വന്നതോടെ ഇവിടുത്തെ LDF സ്ഥാനാർത്ഥിയും UDF സ്ഥാനാർത്ഥിയും പേടിച്ചോടി. ഇലക്ഷൻ കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും BJP അവിടെ വോട്ട് ഷെയർ ഉയർത്തുകയാണെങ്കിൽ LDF കുറച്ചുകൂടെ സാധ്യതയുണ്ട് എന്നാണ് LDF വിലയിരുത്തൽ. UDF വിലയിരുത്തൽ അങ്ങനെയല്ല. അവിടെ PC വിഷ്ണുനാഥ് കഴിഞ്ഞ 5 വർഷമായിട്ട് കൃത്യമായിട്ട് പണിയെടുത്തു. ആ പണിയെടുത്തതിൻ്റെ ഫലം PC വിഷ്ണുനാഥ് അവിടെ കൃത്യമായിട്ട് കിട്ടുമെന്ന് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതാണ് മാറ്റങ്ങൾ കൊല്ലത്ത് സംഭവിക്കാൻ പോകുന്നത്. കൊല്ലത്ത് 11 മണ്ഡലങ്ങളിൽ LDF നിശ്ചയിക്കുന്നത് 9 സീറ്റുകളാണെങ്കിൽ UDF സംബന്ധിച്ച് 5 സീറ്റുകളാണ് അവരുടെ കണക്കുകൾ പറയുന്നത്. BJP ഒരു സീറ്റിൽ അവർ സാധ്യതാ പരീക്ഷണം നടത്തുന്നുണ്ട്. കിട്ടിയാൽ കിട്ടി, കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ചട്ടി.